പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിലൊരു ഭൂതമുണ്ടായിരുന്നു. ഭക്ഷണം തേടി അവൻ അവിടെയും ഇവിടെയുമൊക്കെ അലഞ്ഞു നടന്നു. ഒരിക്കൽ ആ ഭൂതം ഒരു കൃഷിക്കാരൻ്റെ ഭാര്യയെ കണ്ടു. സുന്ദരിയായ അവളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഭൂതത്തിന് ഇഷ്ടമായി. എന്നാൽ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവളുടെ മുമ്പിൽ ചെല്ലുന്നത് ബുദ്ധിയല്ല എന്ന് തോന്നിയ ഭൂതം രാത്രിയാകുന്നതുവരെ കാത്തിരുന്നു. രാത്രിയായതും ഭൂതം ആ സുന്ദരിയുടെ ഭർത്താവായ കൃഷിക്കാരൻ്റെ അതേ രൂപം കൈക്കൊണ്ടു. കാഴ്ചയിൽ യഥാർത്ഥ കൃഷിക്കാരൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും സാമ്യം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. കൃഷിക്കാരൻ്റെ രൂപത്തിലെത്തിയ ഭൂതത്തെ തിരിച്ചറിയാൻ പറ്റാതിരുന്ന ആ സ്ത്രീ അയാളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കൃഷിയിടത്തിൽ നിന്ന് മടങ്ങി വന്ന കൃഷിക്കാരൻ ഞെട്ടിപ്പോയി. തൻ്റെ കിടക്കയിൽ തൻ്റെ അതേ രൂപമുള്ള ഒരാൾ കിടക്കുന്നു. വളരെ ക്ഷുഭിതനായ കൃഷിക്കാരൻ അപ്പോൾ തന്നെ അയാളെ അടിച്ചു പുറത്താക്കി. എന്നാൽ ഭൂതം അങ്ങനെ അങ്ങ് പോകുവാൻ കൂട്ടാക്കിയില്ല. അയാൾ കൃഷിക്കാരനോട് തട്ടിക്കയറി. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഈ വീട് എൻ്റെയാണ്. ഇവളാകട്ടെ ഞാൻ വിവാഹം കഴിച്ച എൻ്റെ ഭാര്യയും. നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ക്ഷുഭിതനായതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കൃഷിക്കാരൻ അയാളുടെ വാക്കുകളെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഇവളുടെ യഥാർത്ഥ ഭർത്താവ് ഞാനാണ്. ഈ വഴക്കിൽ ഇരുവർക്കും ഇടയിൽപ്പെട്ട് എന്തു ചെയ്യണം എന്ന് അറിയാതെ ആ പാവം സ്ത്രീ വല്ലാതെ വിഷമിച്ചു. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ആരാണ് തൻ്റെ ഭർത്താവ് എന്ന് അവൾക്ക് തിരിച്ചറിയാനും കഴിഞ്ഞില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ കഴിയാതെ വന്നപ്പോൾ അവർ ന്യായാധിപരെ സമീപിക്കുവാൻ തീരുമാനിച്ചു. ആദ്യം അവർ ദേശസമിതിയെ സമീപിച്ചു. എന്നാൽ ആ സമിതിക്ക് ഇക്കാര്യത്തിൽ നീതിയുക്തമായ ഒരു വിധി പറയാൻ കഴിഞ്ഞില്ല. തുടർന്ന് ധാരാളം നിയമപണ്ഡിതരായ ന്യായാധിപന്മാർ ഉള്ള രാജകീയ കോടതിയെ തന്നെ സമീപിച്ചു. ഇരുവരുടെയും വാദമുഖങ്ങൾ കോടതി വിശദമായി കേട്ടു. കോടതിയുടെ നിർദ്ദേശപ്രകാരം രണ്ടുപേരെയും അടിമുടി പരിശോധിക്കുവാൻ തീരുമാനിച്ചു. വ്യക്തമായ ചില വ്യത്യാസങ്ങൾ അവർ അങ്ങനെ കണ്ടെത്തുകയും ചെയ്തു. മനുഷ്യൻ്റെയും ഭൂതത്തിൻ്റെയും കണ്ണുകൾ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അവർ കണ്ടെത്തി. മനുഷ്യർക്കുള്ളതുപോലെയുള്ള നേത്രപടലം ഇവരിൽ ഒരാൾക്കില്ല എന്ന് അവർ നിരീക്ഷിച്ചു. ഈ ഒരൊറ്റ വ്യത്യാസം മാത്രം മതിയായിരുന്നു ഈ സ്ത്രീയുടെ യഥാർത്ഥ ഭർത്താവ് ആരാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടാൻ. എന്നാൽ ഇക്കാര്യം മറ്റുള്ളവരെ എങ്ങനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്ന് ന്യായാധിപൻ ആലോചിച്ചു. അവർ ഒരു ചെറിയ ഭരണി കൊണ്ടുവന്ന് രണ്ടുപേരുടെയും മുന്നിൽ വച്ചു. അതിനുശേഷം ന്യായാധിപന്മാരിൽ ഒരാൾ പറഞ്ഞു, നിങ്ങളിൽ ആർക്കാണോ ഈ ഭരണിയിൽ കയറുവാൻ കഴിയുന്നത് അയാളായിരിക്കും ഈ സ്ത്രീയുടെ യഥാർത്ഥ ഭർത്താവ്. നിങ്ങളിൽ ആർക്ക് കഴിയുന്നുവോ ആ നിമിഷം ഇവളെ ഞങ്ങൾ അയാൾക്ക് നൽകുന്നതായിരിക്കും. ഇതു കേട്ടതോടെ ആ കൃഷിക്കാരൻ ആകെ ദുഃഖിതനായി. തനിക്കൊരിക്കലും ഈ ചെറിയ ഭരണിക്കുള്ളിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് അയാൾക്ക് ഉറപ്പായി. ഒന്നും മിണ്ടാനാകാതെ ആ പാവം നിന്നുപോയി. എന്നാൽ ഭൂതം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇനിയെന്നും ഈ സുന്ദരി തൻ്റെ ഭാര്യയായിരിക്കുമല്ലോ എന്ന് അയാൾ ചിന്തിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഭൂതം തൻ്റെ ശരീരം വളരെ ചെറുതാക്കി. എന്നിട്ട് ഭരണിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. തല ഭരണിക്കുള്ളിലും കാലുകൾ മുകളിലും വരത്തക്ക വിധം തല കുത്തനെയാണ് അയാൾ ഭരണിക്കകത്തേക്ക് പ്രവേശിച്ചത്. ഭൂതം ഭരണിക്കകത്ത് പൂർണ്ണമായും പ്രവേശിച്ചു എന്ന് ഉറപ്പായതും ന്യായാധിപന്മാർ അതിൻ്റെ വാവട്ടം അടപ്പുകൊണ്ട് മുറുകെ അടച്ചു. തുടർന്ന് അവർ ആ ഭരണി പൊക്കിയെടുത്ത് എല്ലാവരെയും കാണിച്ചു. ഇതിനകത്ത് ഒരു ഭൂതമാണ്, മനുഷ്യനല്ല. മനുഷ്യർക്ക് ഒരിക്കലും ഇതുപോലെ ഒരു ഭരണിക്കകത്ത് കടക്കുവാൻ കഴിയില്ല. ഞങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ഇയാൾ തന്നെയാണ് ഇവളുടെ യഥാർത്ഥ ഭർത്താവ്. അടുത്തുനിന്ന കൃഷിക്കാരനെ ചൂണ്ടിക്കാട്ടി കോടതി വിധി പ്രസ്താവിച്ചു. തുടർന്ന് എല്ലാവരും ചേർന്ന് ഭൂതത്തെ ബന്ധിച്ച ആ വലിയ ഭരണിയെടുത്ത് കായലിൻ്റെ അഗാധതയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് ഇതുവരെയും ആ കള്ളഭൂതത്തെ ആരും തന്നെ കണ്ടിട്ടില്ല. എന്നാൽ കോടതിയിൽ നിന്നും നീതി ലഭിച്ച കൃഷിക്കാരനും ഭാര്യയുമാകട്ടെ വളരെ കാലം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാമേശ്വരോത്സംഗ സദാ നിവാസേ കാലാത്മികേ കന്ദളിതാനുകമ്പേ
കൽപ്പാവസാനോദ്ധിതകാളിരൂപേ കാമപ്രദേ കൽപ്പലതേ നമസ്തേ. ശ്രീ കാമേശ്വര ഭഗവാന്റെ മടിയിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്ന അമ്മേ ദേവി, അവിടേക്ക് നമസ്കാരം. കാലസ്വരൂപിണിയായ അമ്മേ ഭഗവതി, ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു. കൽപ്പാന്തകാലത്ത് കാളിയുടെ രൂപത്തിൽ അവതരിക്കുന്ന അമ്മേ, അവിടേക്ക് നമസ്കാരം. കാമപ്രദയും കൽപ്പലതയുമായ അമ്മേ ദേവി, അവിടേക്ക് നമസ്കാരം. നാദബ്രഹ്മത്തിന് 4 അവസ്ഥകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ അവസ്ഥയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ ലളിതാസഹസ്രനാമത്തിലെ 366 നാമമന്ത്രമായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് പരാ എന്ന 2 അക്ഷരമുള്ള നാമമന്ത്രമാണ്. വാക്കിൻ്റെ സ്വരൂപത്തിൽ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയാണ് പരാ എന്ന് സാമാന്യമായി അർത്ഥം പറയാം. അനുഭവിച്ചു മാത്രം അറിയേണ്ട ഒന്നാണ് ഇത്. അതുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ മാത്രമേ ഇതിനെക്കുറിച്ച് പറയുവാൻ കഴിയുകയുള്ളൂ. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, സങ്കല്പം എന്നിവ പ്രകൃതിയുമായി ചേരുമ്പോഴാണ് പ്രപഞ്ചമുണ്ടാകുന്നത്. ഞാൻ പലതാകണം എന്ന സങ്കല്പം പരബ്രഹ്മത്തിൽ ഉണ്ടായപ്പോഴാണ് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ 3 ശക്തികളായി പരാശക്തി മാറിയത്. അങ്ങനെ വീണ്ടും ആ പരാശക്തി 6 ശക്തികളായി മാറുന്നു. പരാശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, കുണ്ഡലിനീശക്തി, മാതൃകാശക്തി. അമ്മയുടെ സങ്കല്പം തന്നെ ഇച്ഛാശക്തി. ഇതിന് 5 ശക്തികൾ ഉണ്ട്. അതായത് 5 ശക്തികൾ ചേർന്നതാണ് ഇച്ഛാശക്തി എന്ന് അർത്ഥം. ഒന്നാമത്തെ ശക്തിക്ക് കർത്തും, അതായത് ചെയ്യുക. രണ്ടാമത്തേതാണ് കാരയിതും, ചെയ്യിപ്പിക്കുക. ഉപകർത്തും, ചെയ്യുന്ന പ്രവർത്തിക്ക് സഹായിയായിരിക്കുക എന്നതാണ് അത്. അടുത്തതാണ് പ്രതികർത്തും, എതിരായിരിക്കുക എന്ന് പറയും. ഉദാസീന എന്ന ശക്തിയാണ് അവസാനമായി പറയുന്നത്. ഉദാസീനത പാലിക്കുക. ഇച്ഛാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ പ്രേരണ കൊണ്ടാണ് ക്രിയാശക്തി ഉണ്ടാകുന്നത്. മൂലപ്രകൃതിയിൽ നിന്നും മഹത്ത്, അഹങ്കാരം എന്നിവ ഉണ്ടാകുന്നു. മൂലപ്രകൃതിയുമായി കലർന്ന അഹങ്കാരം പ്രാണനെയും കർമ്മേന്ദ്രിയങ്ങളെയും സൃഷ്ടിക്കുന്നു. അരൂപവും നിർഗുണവുമായ പരാശക്തി തന്നെയാണ് പരബ്രഹ്മം. പ്രളയത്തിനു ശേഷം ലോകത്തിൻ്റെ വീണ്ടുമുള്ള സൃഷ്ടിക്ക് കാരണം ഈ ബ്രഹ്മം തന്നെ. സൃഷ്ടിക്കപ്പെടേണ്ടവയുടെ ഗുണവിശേഷങ്ങൾ ബ്രഹ്മത്തിൻ്റെ രൂപഭേദങ്ങളാണ്. അതുകൊണ്ട് മായ കൊണ്ട് ആവൃതമായിട്ടുള്ള ബ്രഹ്മം സൃഷ്ടിക്ക് പറ്റുന്ന തരത്തിൽ ഘനീഭൂതമാകുന്നു. ഇതാണ് കാരണബിന്ദു. ഈ കാരണബിന്ദുവിൽ നിന്നാണ് മായാബന്ധം കൊണ്ട് കാര്യബിന്ദുവും, അതിൽ നിന്ന് നാദവും, നാദത്തിൽ നിന്നും ബീജവും ഉണ്ടാകുന്നത്. കാരണബിന്ദുവിനെ പരം എന്നും കാര്യബിന്ദുവിനെ സൂക്ഷ്മം എന്നും ബീജത്തെ സ്ഥൂലം എന്നും ശാസ്ത്രങ്ങൾ പറയുന്നു. പരം, സൂക്ഷ്മം, സ്ഥൂലം എന്നിവയിൽ പരം ചിത് രൂപമാണ്. സൂക്ഷ്മം ചിത്തും സ്ഥൂലം അചിത്തുമാണ്. മായാരൂപമായതുകൊണ്ടാണ്, അതായത് ചിത്ത് അല്ലാത്തതുകൊണ്ട് ആണ് അചിത്ത് എന്ന് പറഞ്ഞത്. ബ്രഹ്മാണ്ഡ സൃഷ്ടിക്ക് കാരണമായ ഈ 3 രൂപങ്ങൾ ശരീരങ്ങളിൽ മൂലാധാരത്തിൽ അതിസൂക്ഷ്മമായ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ശക്തിപിണ്ഡം എന്നും കുണ്ഡലിനി എന്നും യോഗശാസ്ത്രം ഇതിന് പേര് നൽകുന്നു. ശക്തി കുണ്ഡലിനീതി വിശ്വജനനവ്യാപാരബദ്ധോദ്യമാം ജ്ഞാത്വേദ്ധം ന പുനഃ സ്പൃശന്തി ജനനീ ഗർഭേർഭഗത്വം നര എന്ന് ബാലാവിംശതിയിലെ 2ാമത്തെ ശ്ലോകത്തിൽ സ്തുതിക്കുന്നു. പ്രപഞ്ച സൃഷ്ടിയാകുന്ന ക്രിയയിൽ ഉത്സാഹത്തോടു കൂടിയ കലയെ കുണ്ഡലിനീ ശക്തി എന്ന് എല്ലായ്പ്പോഴും അമ്മയുടെ ഭക്തരായ ഞങ്ങൾ നിശ്ചയിക്കുന്നു. ഇപ്രകാരം അറിഞ്ഞാൽ പിന്നെ മാതാവിൻ്റെ ഗർഭത്തിൽ ശിശുവായി ജനിക്കുക എന്ന അവസ്ഥയെ
പ്രാപിക്കുന്നില്ല. കുണ്ഡലിനി രൂപത്തിലുള്ള അമ്മയെ സാക്ഷാത്കരിച്ചാൽ അഥവാ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുന്നില്ല എന്ന് അർത്ഥം. സൂക്ഷ്മമായ ബിന്ദുവിൻ്റെ രൂപത്തിൽ മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബ്രഹ്മം പരം, സ്ഥൂലം, സൂക്ഷ്മം എന്നീ മൂന്നിൻ്റെയും സൃഷ്ടിക്ക് ഒരുങ്ങുമ്പോൾ അത് പ്രവർത്തിക്കുവാൻ ആരംഭിക്കും. അപ്പോൾ അവ്യക്തവും ചെവികൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്തതുമായ ഒരു ശബ്ദമുണ്ടാകുന്നു. ഈ ശബ്ദത്തെ ശബ്ദബ്രഹ്മം എന്നോ നാദബ്രഹ്മം എന്നോ പറയാം. കാരണബിന്ദുവുമായി താദാത്മ്യം പ്രാപിച്ച ഈ നാദബ്രഹ്മം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതാണ്. എങ്കിലും ശരീരങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്ന ജീവന്റെ വാസനയ്ക്ക് അനുസൃതമായി അതിൻ്റെ ഇച്ഛാശക്തിക്ക് വിധേയമാകുന്നു. ഈ ഇച്ഛാശക്തിയുടെ പ്രവർത്തന ഫലമായി ഉണരുന്ന വായുവും ചേർന്ന് സംസ്കരിക്കപ്പെട്ട ശബ്ദബ്രഹ്മം മൂലാധാരത്തിൽ ശബ്ദത്തിൻ്റെ രൂപത്തിൽ ഉത്ഭവിക്കും. ഇതിന് കാരണമായ മുളയെ പര എന്ന് പറയും. ഈ പരാശബ്ദം മൂലാധാരത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്ന വായുവിൻ്റെ പ്രവർത്തനം കൊണ്ട് നാഭിയിൽ എത്തിച്ചേരും. അങ്ങനെ വ്യക്തിയുടെ മനസ്സുമായി ചേർന്ന് ചിന്താവ്യാപാരങ്ങൾ കൂടി ഉൾക്കൊണ്ട് അല്പമായ ചലനത്തോടുകൂടി കാര്യബിന്ദുമയമായി തീരും. അപ്പോൾ ഈ ശബ്ദത്തെ പശ്യന്തി എന്ന് പറയും. പശ്യന്തി രൂപമായി തീർന്ന വാക്ക് വായുവിനോട് ചേർന്ന് ഹൃദയത്തിൽ എത്തുമ്പോൾ ബുദ്ധിയോടുകൂടി ചേർന്ന് കൂടുതൽ ചലനാത്മകത സ്വീകരിക്കുന്നു. ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രേരണയോടുകൂടി വർത്തിക്കുന്ന ഈ പരിഷ്കരിക്കപ്പെട്ട നാദത്തെ മധ്യമ എന്ന് പറയും. വായു പിന്നീട് ഈ നാദത്തെ ഹൃദയത്തിൽ നിന്നും മുഖത്തേക്ക് നയിക്കുന്നു. ശ്വാസകോശത്തിലുള്ള വായു പ്രവാഹത്തോട് ചേർന്നുകൊണ്ട് ഈ മധ്യമ എന്ന നാദം നാവ്, ചുണ്ട് തുടങ്ങിയ ഉച്ചാരണ സ്ഥാനങ്ങളിൽ പലതരത്തിൽ തടഞ്ഞ് ഞെരുങ്ങിയും വായയിൽ നിന്നും പുറത്തേക്ക് എത്തുമ്പോൾ മറ്റുള്ളവർക്ക് കേട്ട് അറിയാവുന്ന ആ ഇൽ ആരംഭിക്കുന്ന അക്ഷരങ്ങളുടെ രൂപമായി ആ നാദം മാറുന്നു. ഇതിനെ വൈഖരി എന്ന് പറയുന്നു. അതുകൊണ്ട് ഭാഷാപ്രവർത്തനം വൈഖരി രൂപമാണ് എന്ന് പറയാം. ചുണ്ട്, നാവ് എന്നിവയുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം അക്ഷരങ്ങളുടെ രൂപത്തിലുള്ള ശബ്ദങ്ങൾ തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് വൈഖരി തന്നെയാണ് വാക്ക് എന്ന് വിചാരിക്കുന്നു. ശബ്ദത്തിൻ്റെ ഉൽപ്പത്തി കൃത്യമായ ഉദ്ദേശത്തോടുകൂടിയായതുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരങ്ങൾക്ക് പ്രേരകമായ അവസ്ഥകളും ശബ്ദബ്രഹ്മത്തിന് മൂലാധാരം മുതൽ വന്നുകൂടുന്ന പരിവർത്തനവും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവയിൽ നാദബ്രഹ്മം അക്ഷരങ്ങളുടെ രൂപമായി മാറുന്നതിൻ്റെ ആദ്യത്തെ പടിയായി കണക്കാക്കേണ്ട പരാ എന്നതാണ് അമ്മയുടെ രൂപമായി ഈ നാമത്തിൽ പറയുന്നത്. വിത്ത് വിതയ്ക്കുന്നതിന് കുതിർത്തു വയ്ക്കുന്നു, അതുകൊണ്ട് വീർക്കുന്നു. അതുപോലെ അവ്യക്ത നിലയിലുള്ള പര മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വായുവിൻ്റെ ആശ്രയം തേടി ഇച്ഛാശക്തി കൊണ്ട് ചലനം വന്ന് മുകളിലേക്കുയർന്ന പശ്യന്തി, മധ്യമ എന്നിവയായി കണ്ഠപ്രദേശത്തിൽ വൈഖരിയായി വ്യക്തമാകുന്നു എന്ന് സാമാന്യമായി വിവരിക്കാം. പര എന്ന പദത്തിന് ശ്രേഷ്ഠമായ, അന്യമായ, അകലെയുള്ള, പിന്നീടുള്ള, ഉത്കൃഷ്ടം, പരാശക്തി, മായ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളും ഉണ്ട്. എല്ലാത്തിനും അപ്പുറം നിൽക്കുന്നതും സർവശക്തവുമായ പരാശക്തി എന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അർത്ഥം കിട്ടുന്നു. ജീവാത്മാവ് കർമ്മങ്ങളിൽ നിന്നും മോചനം നേടുന്ന അവസ്ഥയ്ക്ക് പരാ എന്ന് പറയും. അതുകൊണ്ട് ആ അവസ്ഥയിൽ ഉള്ള ദേവി, ജീവനെ പരാ എന്ന അവസ്ഥയിൽ എത്തിക്കുന്ന അമ്മ എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥം കിട്ടുന്നത്. വേദാംഗങ്ങളെക്കുറിച്ചുള്ള അറിവിന് അപരാവിദ്യ എന്നും അവ ഒഴികെ ഉള്ളവയ്ക്ക് പരാവിദ്യ എന്നും പറയാം. അങ്ങനെ നോക്കുമ്പോൾ പരാവിദ്യാസ്വരൂപിണി എന്ന് അർത്ഥം ലഭിക്കുന്നു. മായ എന്ന അർത്ഥത്തിൽ ഈ പദം പ്രയോഗിച്ചു കാണുന്നുണ്ട്.
അങ്ങനെ നോക്കുമ്പോൾ മായാരൂപിണി എന്നാവും അർത്ഥം. ഓം പരായൈ നമഃ. ഓം ഓം ഹ്രേം പരായൈ നമഃ. ലളിതാ സഹസ്രനാമത്തിൽ 2 അക്ഷരങ്ങളുള്ള 72 മന്ത്രങ്ങളുണ്ട്. അവയിലൊന്നാണ് ഇത്. ബ്രഹ്മസ്വരൂപിണിയായ അമ്മയെ ഈ നാമമന്ത്രം കൊണ്ട് സ്തുതിക്കുന്നു. വാഗ്ദേവതകൾ ആത്മജ്ഞാനത്തിലേക്കുള്ള മാർഗമായും അതോടൊപ്പം ഭൗതികമായ ആഗ്രഹപൂർത്തീകരണത്തിനുമായും ഈ മന്ത്രം നമുക്കായി ഇവിടെ ചേർത്തു വച്ചിരിക്കുന്നു. അമിതമായ ആഗ്രഹങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട്, അജ്ഞാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആഗ്രഹസാധ്യം വരുത്തുന്ന ഒരു മന്ത്രമാണ് ഇത്. ഈ മന്ത്രം ജപിക്കുന്നവരുടെ ശത്രുവും മിത്രമായി മാറും. അതുപോലെ ജപിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ശത്രുതാഭാവമുണ്ടെങ്കിൽ അത് ഇല്ലാതെയാവുകയും ചെയ്യും. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ആവാത്ത ആനന്ദവും ശാശ്വതമായ സന്തോഷവും നൽകുന്ന ഒരു മന്ത്രമാണ് ഇത്. എല്ലാവർക്കും സന്തോഷവും സൗഭാഗ്യവും നൽകി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.